بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അനവധി നിരവധി അമലുകൾ പരിശുദ്ധ ഖുർആൻ വഴി അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. അമലുകളുടെ കൂട്ടത്തിൽ എന്നും ഒരു അത്ഭുതമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും സലാമും. പരിശുദ്ധ ഖുർആൻ സ്വലാത്തിന്റെ അവതരണവുമായി സ്വലാത്ത് എന്ന അമൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആന്റെ അവതരണ ശൈലി മറ്റൊരു അമലിലും കാണാത്തത് സ്വലാത്ത് എത്രമാത്രം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരാമർശം അള്ളാഹുവോട് ചേർന്നാണ് റബ്ബ് നടത്താറുള്ളത്. അത്വീഉല്ലാഹ എന്ന് പറഞ്ഞാൽ അത്വീഉർ റസൂൽ എന്നും പറയാറുണ്ട്. അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെട് എന്ന് പറയുന്നിടത്ത് റസൂലിനെയും വഴിപ്പെടാൻ പറയും. വളരെ രസകരമായ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഹബീബിനെ അള്ളാഹുവിലേക്ക് ചേർത്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ചേർക്കുന്നത് അത്ര ഇഷ്ടമുള്ളപ്പോഴാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയെ കുറിച്ച് പരാമർശിക്കുന്ന പ്രയോഗം സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്ന അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ അബ്ദിനെ എന്ന് പറയും. അബ്ദ് എന്ന പ്രയോഗം ഹബീബായ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ പദവി പോലെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടിമ എന്നാണല്ലോ അതിനർത്ഥം. അതൊരു പദവി, അള്ളാന്റെ അടിമ, അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ഈ അടിമ അത് വലിയ ഒരു പദവിയാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇബ്നു കസീർ സൂറത്തുൽ ഇസ്രാഇന്റെ മുഖവരയിൽ തന്നെ ശരിവെക്കുന്നതായി കാണാം. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇമാം ഹാക്കിമിനെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്ന, ഇബ്നു ഇസാഖിർ തങ്ങളെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ ഉടനെ മഹാനവറുകൾ അർശിന്റെ അത്ഭുതകരമായ മനോഹരമായ കാഴ്ചകൾ കാണുന്നിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെയാണല്ലോ അള്ളാഹുവെ നീ ചേർക്കുക എന്ന രീതിയിൽ ഈ പരിശുദ്ധ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിനെ കണ്ടുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിവചിക്കുന്നതായും ഹദീസുകളിൽ കാണാൻ കഴിയും. അള്ളാഹുവിലേക്ക് അവൻ ചേർത്തത് അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയെ എന്ന്. എവിടെയും അള്ളാഹുവിലേക്ക് ചേർക്കാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വരി, വളരെ മനോഹരമായ ഒരു വരി, വലമ്മൽ ഇലാഹു സ്മൻ നബിയ്യി ഇലാ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീൻ അശ്ഹദു. 5 വഖത്ത് നിസ്കാരത്തിന്റെ സമയത്ത് വാങ്കിന്റെ അമരധ്വനി അശ്ഹദു എന്നുകൊണ്ട് തുടങ്ങുമ്പോ അവിടെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പറയുന്നുണ്ട്. ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹിനെ പറയുന്നതിൽ ഏറ്റവും ശ്രദ്ധേയം വാങ്കിലും ഇഖാമത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പറയുന്നതിന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മനോഹരമായ വരിയായി ഉദ്ധരിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും പരാമർശിക്കുക എന്നത്, അവിടുത്തെ എപ്പോഴും ഉദ്ധരിച്ചു കൊണ്ടിരിക്കുക, അവിടുത്തെ നാമം എപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കർമ്മമാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത് ഏതൊരു മുസ്ലിമിനും കാണാതറിയാവുന്ന ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി
യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നേ തുടങ്ങിയതാ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എത്രയോ ചെയ്യാനുണ്ട്. എന്ത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഇവിടെ അള്ളാഹുവിൽ നിന്ന് വരുന്ന സ്വലാത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. മലക്കുകൾ ചൊല്ലുന്ന സ്വലാത്തിന് അതിന്റെ പ്രത്യേകതയുണ്ട്. മുഅ്മിനീങ്ങളുടെ സ്വലാത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ കരുണയും മുത്തുനബിയിൽ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അള്ളാഹിന്റെ സ്വലാത്തിന്റെ രൂപം. മലക്കുകളാവട്ടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്തിഗ്ഫാറിന്റെ പദവി ഏറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുഅ്മിനീങ്ങളാവട്ടെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പദവിയെ മാനിച്ചുകൊണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, അതിലൂടെ ഒരു പ്രാർത്ഥന നടത്തുന്നു എന്നുള്ളതാണ് മുഅ്മിനീങ്ങളുടെ സ്വലാത്ത്. ഈ രീതിയിൽ സ്വലാത്തുകളെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അള്ളാഹു അവന്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നേ തുടങ്ങിയതാ, ഇപ്പോഴും നടക്കുന്നു, ഇനി എത്രയോ നടക്കാനുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും അള്ളാഹ് ചെയ്യുന്ന, മലക്കുകൾ ചെയ്യുന്ന അത് നിങ്ങളും ചെയ്യണേ. ഈ ആയത്ത് അത്ഭുതങ്ങളാ. ഒരു മുഖപുര ഒരു ആയത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ട് ഇടയിൽ യാ അയ്യുഹല്ലദീന ആമനു കൊടുത്ത് ഒരു അമലിന്റെ നിർദ്ദേശം മറ്റിടങ്ങളിൽ ഖുർആനിൽ ഇല്ല. അള്ളാഹ് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമല് നമ്മോട് നിർബന്ധിച്ചത് അല്ലെങ്കിൽ ഏൽപ്പിച്ചത് വേറെ കാണുന്നില്ല. ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ ഹജ്ജിനെ പറ്റി പറഞ്ഞത്, ജിഹാദിനെ പറ്റി പറഞ്ഞത്, സദഖയെ പറ്റി പറഞ്ഞത്. വജാഹിദു ബി അംവാലിക്കും വഅൻഫുസിക്കും ഫീ സബീലില്ലാഹ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്നാ പറഞ്ഞത്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫലസും. നിങ്ങൾ റമദാൻ എത്തിക്കഴിഞ്ഞാൽ, റമദാനിൽ എത്തിയാൽ നിങ്ങൾ നോമ്പിടിക്കണം എന്നാ പറഞ്ഞത്. നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. എവിടെയും അങ്ങനെ പറഞ്ഞു. എല്ലാം ചെയ്യാൻ അവൻ കൽപ്പിച്ചു, കൂടെ അവൻ ഇല്ല, സ്വലാത്തിൽ അല്ലാതെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇനി ഈ ആയത്ത് പറയുന്ന ഈ ശൈലിയിൽ ഒരു പ്രവാചകന് വേണ്ടി, ഒരു നബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അമലിന്റെ ആഹ്വാനം, ആ നബിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അമലിന്റെ ആഹ്വാനം ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അത് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. സുജൂദ് എന്ന ആരാധന അള്ളാഹുവിനും അത് സമർപ്പിക്കപ്പെടുന്ന ഇടം ആദം നബിയുടെ സാന്നിധ്യമായതുകൊണ്ട് അത് മുഖേനയുള്ള ആദരവ് ആദം നബിക്കും. തഫ്സീറുൽ ബഹറുൽ മുഹീത്ത് അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. മറ്റു പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നു. അള്ളാഹു ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. സുജൂദ് ലി ആദം, ലി ആദം, ആദമിന് എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം. ആദം നബിക്ക് അവിടെ ആദരവും സുജൂദ് എന്ന ആരാധന അള്ളാഹുവിന്. സുജൂദ് എന്നത് ചെയ്യുക എന്നത് ഒരു ആരാധനയും അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നത് മറ്റൊരു ആരാധനയാണ്. അള്ളാഹു പറഞ്ഞതിനനുസരിക്കാൻ തയ്യാറായി. പക്ഷെ അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യലാണ്, അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ അള്ളാഹ് കൽപ്പിച്ചത് സ്വലാത്തിന്റെ പ്രയോഗത്തിലൂടെയെങ്കിൽ ആ കൽപ്പിച്ച അള്ളാഹ് എത്രയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യുന്നു, ഇനി ഇത്രയോ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു ഖദീമാണ്, പണ്ടേ ഉള്ളത്. എന്നാണ് അവന്റെ തുടക്കം എന്നില്ല, അവലാണ്, ആഖിറാണ്, അറ്റം എന്നാണെന്നറിയില്ല. ആ അള്ളാഹ് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വലാത്തിന്റെ പഴക്കം നമുക്ക് കണക്കാക്കാവതല്ല. അത്രയുണ്ട്. അള്ളാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യം ആദം നബിക്ക് സുജൂദ്, ഒരു പ്രവാചകന് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് ഒരു അമൽ ചെയ്യിക്കുന്നു എന്നത് സുജൂദ്. പക്ഷെ ആ സുജൂദിൽ അള്ളാഹ് ഇല്ല. മറ്റൊരു പ്രവാചകരിൽ അള്ളാഹു ഒരു അമലിന്റെ ആഹ്വാനം വന്നത് സ്വലാത്ത്. പക്ഷെ അവിടെ അള്ളാഹ് ഉണ്ട്, അള്ളാഹ് ഉണ്ടേ. അള്ളാഹുവിന്റെ ആ ഉണ്ടാവലിന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നമ്മളുള്ളിടത്തോളം, ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം നമുക്ക് ആ സ്വലാത്തിന്റെ പരിമിതമായ സമയമുള്ളത്. പക്ഷെ അള്ളാഹു ഖദീമാണ്, അള്ളാഹു അവ്വലാണ്, അള്ളാഹു ആഖിറാണ്. എത്രയോ അവൻ ചൊല്ലുന്നു, ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഈ രീതിയിൽ സ്വലാത്തിന്റെ മാസ്മരികമായ പ്രത്യേകതകൾ ഏത് വിഷമങ്ങളും മാറുന്നതാണ്. ഒരാൾ തനിക്ക് ഒരുപാട് ഇബാദത്തുണ്ടെങ്കിലും ആ ഇബാദത്തിന്റെ ടൈമിനെ ഏകദേശം ഒന്ന് കണക്കൂട്ടി വെക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുന്നു, 17 റക്അത്ത് ഫർദ് ഉണ്ട്. ഈ 17 റക്അത്ത് ഫർദ് നിസ്കരിക്കാൻ
നമ്മൾ ഉപയോഗിക്കുന്ന ടൈം എത്രയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിനോടനുബന്ധമായ സുന്നത്തുകൾ, ദിക്റുകൾ, യാസീൻ, സ്വലാത്ത് ഇതൊക്കെ ഇങ്ങനെ കൂട്ടാം. ടോട്ടലി നമ്മളുടെ 24 മണിക്കൂറിൽ ഒരു 3 മണിക്കൂറോളൊക്കെ ഏകദേശം എല്ലാ അമലിനും കൂടി വേണ്ടി വരുന്നു എന്നൊന്ന് സങ്കല്പിക്കാം. 3 ഇല്ലെങ്കിൽ 1 മണിക്കൂർ എന്തായാലും വേണമല്ലോ. ഈ 17 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാനോ ഒക്കെയായി ഏകദേശം ഒരു 4 റക്അത്ത് നിസ്കരിക്കാൻ 12 മിനിറ്റ് വരും എന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ 8 മിനിറ്റ് വരും എന്ന് കൂട്ടിക്കോ. അങ്ങനെയെങ്കിൽ ഈ 17 റക്അത്തിന് നമുക്ക് കണക്ക് കൂട്ടാം. അതിനോടനുബന്ധമായ സുന്നത്തുകൾ, ഇങ്ങനെ നമ്മുടെ ടൈം അമലിൽ മാത്രം എത്ര സംഭവിക്കുന്നു എന്ന് കൂട്ടാം. അതിന്റെ ഇരട്ടി നമ്മൾ അത്രയും ടൈമെങ്കിലും സ്വലാത്തിൽ ഉപയോഗിക്കണം. സ്വഹാബികളുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. ഒരു മനുഷ്യൻ 24 മണിക്കൂർ ജീവിക്കുന്നതിൽ അവന്റെ ഇബാദത്തിൽ അവൻ കഴിച്ചു കൂട്ടുന്നത്, ഇബാദത്തിൽ അവൻ നിലനിൽക്കുന്നത് 24 മണിക്കൂറിലെ 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂറോളം തന്നെ എക്സ്ട്രാ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതാണ് അതിന്റെ ഒരു രീതിശാസ്ത്രം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിർദ്ദേശം അതാ. അതിന്റെ പേരിൽ ഏത് പ്രശ്നങ്ങളും മാറുന്ന, ഏത് പ്രശ്നവും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയ സ്വലാത്തിന്റെ ആളാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ സ്വഹാബി, സ്വലാത്തിന്റെ ഏറ്റവും വലിയ ലഹരിയിൽ കഴിയുന്ന സ്വഹാബിയാണ്. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്, പലപ്പോഴും പറയാറുള്ളതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക, സ്വലാത്ത് നിലവിൽ ചൊല്ലുന്നുണ്ട് നബി, പക്ഷെ അത് വർദ്ധിപ്പിക്കണം എന്നതാണ് എന്റെ ഇപ്പോഴത്തെ തീരുമാനം. നിലവിൽ ചൊല്ലുന്നുണ്ട്, പക്ഷെ അത് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് അങ്ങയുടെ ഒരു അഭിപ്രായം ചോദിക്കാമെന്നതാണ്. ഞാൻ എത്രയാ സ്വലാത്ത് ചെല്ലേണ്ടത്, അതിന്റെ എണ്ണ എത്ര വെക്കണം? ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാശിത, എത്ര വേണേലാവാം, എത്ര വേണേലും ആവാം, വർദ്ധിച്ചാൽ എത്ര വേണേലും വർദ്ധിപ്പിക്കും. എത്ര വേണേലാവുന്ന 2-3 ചൊല്ലാന്നല്ല അതിനർത്ഥം. ഉക്സിറു, ഞാൻ നിലവിലുള്ളതിനെ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചു വരുന്നു എന്ന് പറയുന്ന സ്വഹാബിയോട് നിലവിലുള്ളതിനേക്കാളുള്ള വർധനവ് എത്രയോ ആവാം, അതിനർത്ഥം. അപ്പൊ മഹാൻ പറഞ്ഞു, ഞാൻ നിലവിൽ ചെയ്യുന്ന അമലുകൾക്കൊക്കെ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിന്റെ 4/1 ഞാൻ ചൊല്ലാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഖൈർ, കൂട്ടിക്കോ, ഖൈറാണ്. അപ്പൊ സ്വഹാബി പറഞ്ഞു, 4/1 നബിയെ, ഞാൻ നിലവിൽ ചെയ്യുന്ന മറ്റു അമലുകളുടെ ടൈം പീരീഡ് ഞാൻ അങ്ങനെ കണക്കൂട്ടി വെച്ചിരിക്കുന്നതിന്റെ ആ ടൈമിന്റെ പകുതിയോളം ഞാനിവിടെ സ്വലാത്തിലായി വിനിയോഗിക്കാൻ തീരുമാനിച്ചു. നിലവിൽ എല്ലാ അമലും കൂടി കണക്കൂട്ടിയപ്പോൾ 1 മണിക്കൂറാണ് വരുന്നെങ്കിൽ ഞാനിവിടെ 1/2 മണിക്കൂർ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാത്രം വേറെ എക്സ്ട്രാ കാണാം. ഹബീബ് പറഞ്ഞു, നന്നായി, പക്ഷെ കൂട്ടിയാൽ ഇൻഷാ അല്ലാഹ് അത് ഖൈറാണ്. അപ്പൊ സ്വഹാബി പറഞ്ഞു, എന്നാൽ എന്റെ ടോട്ടൽ ഇബാദത്തിന്റെ ടൈമിന്റെ സമാന്തരമായി ഞാൻ അതിനോളം ഒരു 2/3 ഭാഗം സ്വലാത്ത് അല്ല, പകുതിയേക്കാൾ കൂടുതൽ 3 ആക്കിയാൽ അതിന്റെ 2 ഭാഗം സ്വലാത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഇഷ്ടം കൂട്ടിയാൽ ഖൈർ, എന്ന് ഞാൻ ചൊല്ലുന്നത് മുഴുവനും സ്വലാത്താവട്ടെ നബിയെ. എത്ര അമലാണോ എനിക്കുള്ളത്, ആ അമലിന്റെ സമാന്തരമായി ഞാൻ കണ്ടെത്തുന്ന അതിനോളമുള്ള സമയം മുഴുവൻ അത് സ്വലാത്താവട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇദൻ തുക്ഫാ ഹമ്മക വയുഗ്ഫറു ലക ദംബുക, ആ നേരം നിന്റെ എല്ലാ നീറുന്ന പ്രശ്നങ്ങളും പരിഹൃതം, നിന്റെ സർവ്വ പാപങ്ങളും പൊറുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദുആ സ്വീകരിക്കാൻ സ്വലാത്ത് വേണം. എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഒരു ഹദീസ്. عن فضالة بن عبيد رضي الله عنه قال بين رسول الله صلى الله عليه وسلم قاعدا دخل رجل فصلى فقال اللهم اغفر لي وارحمني. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിരിക്കെ ഒരു സ്വഹാബി ശ്രേഷ്ഠൻ വന്നു. സാധാരണക്കാരനാണ്. അദ്ദേഹം നിസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ദുആരക്കാണ്, അല്ലാഹുമ്മ ഇഗ്ഫിർ ലി വർഹംനി, പടച്ചോനെ എനിക്ക് കരുണ ചെയ്യണേ, എനിക്ക് പൊറുക്കണേ, അത്രേ ഉള്ളൂ ദുആ. ഇത് കേട്ട റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അജ്ൽത അയ്യുഹൽ മുസല്ലി, ഓ നിസ്കാരക്കാരാ, സഹോദരാ, ഇതിനകത്ത് തിരക്ക്, നല്ല ധൃതിയുള്ള ആളാന്ന് തോന്നുന്നു. അതുകൊണ്ട് നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതാ സ്വല്ലൈത ഫഖഅത, നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ദുആരക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അല്ലാഹുമ്മ ഇഗ്ഫിർ ലി വർഹംനി പറഞ്ഞുകൊണ്ട് ഓടണ്ട. നിസ്കാരം കഴിഞ്ഞിട്ട് ദുആരക്കുമ്പോൾ അല്ലാഹ് സ്വീകരിക്കണോ, സ്വലാത്ത് അല്ലാതെ പറ്റൂല. ഫഹ്മദില്ലാഹ ബിമാ ഹുവ അഹ്ലുഹു വസല്ലി അലൈഹി സുമ്മ ദുഉഹു, ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആരുന്നു.
അള്ളാഹുവിന് ഇഷ്ടത, അത് സ്വീകരിക്കും. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞയച്ചു. പിന്നെ വേറൊരാൾ നിസ്കരിക്കാൻ വന്നു. ഇതേ സദസ്സിൽ വെച്ച് തന്നെ ഹബീബായ നബി തങ്ങൾ അവിടെ ഇരിക്കെ വേറൊരാൾ നിസ്കരിക്കാൻ. നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ച് സ്വലാത്തൊക്കെ ചൊല്ലി നന്നായിട്ട് ദുആ ചെയ്തപ്പോൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ടാമത് വന്ന ആളുടെ ആ അദബും കാര്യങ്ങളും ഇതേക്കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമായി. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സ്വഹാബി സഹോദരനോട് പറഞ്ഞു, അയ്യുഹൽ മുസല്ലി ദുഉ തുജബ്, ഇതുപോലെ തന്നെ എപ്പോഴും ദുആ ഇറക്കണം. ആ ദുആ അല്ലാഹു വേഗം സ്വീകരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഫ്സീർ ഇമാം തുർമുദി അവിടുത്തെ ജാമിഇലെ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, ദുആ എന്നത് അല്ലാഹുവിലേക്കുള്ള ചോദ്യമാണല്ലോ. ഇതിന്റെ ഇടയില് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ഒരു പരാമർശം അവിടുന്ന് തന്നെ നിർദ്ദേശിക്കാൻ കാരണം പ്രസ്തുത ഹദീസിന്റെ വ്യാഖ്യാനം പോലെ റൂഹുൽ ബയാൻ പറയുന്നത്, ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ, ഒരു മാധ്യമം അത് നിങ്ങൾക്ക് വേണം, അത് നിങ്ങൾ അന്വേഷിക്കണം, അതിലൂടെ പോവാവൂ അള്ളാഹുവിലേക്ക് എത്താൻ. അങ്ങനെ ഒരു ഇടയിലുള്ള ഒരു അഷ്റഫുൽ ഖൽഖായ ഒരു സൃഷ്ടി ശ്രേഷ്ഠത മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിലൂടെ ആണ് അത് സാധ്യം. ദുആയിലൂടെ അള്ളാഹുവിലേക്കുള്ള അടുപ്പം സാധിക്കുമ്പോൾ ആ അടുപ്പത്തിന് ഉപോത്ബലകമായി സ്വലാത്തിന്റെ ഏറ്റവും വലിയ മാന്ത്രിക ഇടപെടൽ വേണം എന്നതാണ് ആ പറയപ്പെട്ട വബ്തഗു ഇലൈഹിൽ വസീല എന്ന ആയത്തിന്റെ വ്യാഖ്യാനം എന്ന് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. ഇനി ഒരാൾ ദുആ ചെയ്യുമ്പോ ആ ദുആഇന്റെ തുടക്കവും സ്വലാത്ത് തീരുമ്പോഴും സ്വലാത്താണല്ലോ. അതിന്റെ ഇടയിൽ ദുആ സംഭവിച്ചു പോവാണ്. എന്തൊരു ഇജാബത്താണെന്നറിയോ. എന്തായാലും ഈ സ്വലാത്ത് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം ഖുർത്തുബി ഹദീസ് ഒരു മഹാന്മാരായ താബിഈങ്ങളുടെ ഒരു അഭിപ്രായം ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്മാരായ താബിഈങ്ങൾ സ്വഹാബികളിൽ നിന്ന് പഠിച്ചതാണ്, അവർ പഠിപ്പിക്കുന്നു. അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ആവശ്യമുണ്ടോ അത് മുഴുവനും ചോദിക്കാം. പിന്നെ സ്വലാത്ത് കൊണ്ട് അവസാനിക്കണം ദുആ. അപ്പൊ സ്വലാത്ത് കൊണ്ട് തുടങ്ങി, ഹംദ് സ്വലാത്ത് കൊണ്ട് തുടങ്ങി, ഹംദ് സ്വലാത്തിൽ അവസാനിക്കുന്ന രീതിയിൽ ദുആകളെ ഒരാൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ തആല യഖ്ബലു സ്വലാത്തൈനി വഹുവ അക്റമു മിൻ അൻ യറുദ്ദ മാ ബൈനഹുമാ. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്താണ്, ഈ രണ്ട് സ്വലാത്ത് ഉറപ്പായും അള്ളാഹു സ്വീകരിക്കും. മറയില്ലാതെ അള്ളാഹു വേഗം സ്വീകരിക്കുന്ന അമലാണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ഇടയിൽ ദുആയിലൂടെ അള്ളാഹുവിലേക്ക് ഉന്നയിച്ച കാര്യത്തെ അള്ളാഹു തള്ളിക്കളയാൻ അള്ളാഹു മാന്യനല്ല. അത്രയും തള്ളിക്കളയാൻ വിധം അള്ളാഹു മാന്യനല്ല. അള്ളാഹു തള്ളിക്കളയൂല, അള്ളാഹു മാന്യനാണ്. ആരുടെ? ദുആഇന്റെ തുടക്കം സലാത്തുള്ള ആളുടെ അതിന്റെ ഇടയിൽ വന്ന ആവശ്യങ്ങളെ തള്ളിക്കളയാതെ അള്ളാഹ് സ്വീകരിക്കാൻ വിധം അള്ളാഹു മാന്യൻ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പൊ ആ രണ്ട് സ്വലാത്ത്, തുടക്കത്തിലെയും മുടക്കത്തിലെയും രണ്ട് സ്വലാത്ത് ഉള്ളത് കൊണ്ട് അതിന്റെ ഇടയിലുള്ളതായ അള്ളാഹുവിനോട് ഉന്നയിച്ച ചോദ്യങ്ങൾ അള്ളാഹു പരിഗണിക്കും എന്നതാണല്ലോ ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 10 നേട്ടങ്ങൾ ഉണ്ടാവും, 10 ഗുണങ്ങൾ. നമ്മൾ അറിയില്ല, നമുക്ക് പല ഗുണങ്ങളും നേട്ടങ്ങളും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും വരും. ഒരു സ്വലാത്തിന് 10 മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10 എന്നാണ് സ്വഹീഹ് മുസ്ലിം. എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് മുഖേന അള്ളാഹു അവന് 10 സൗഭാഗ്യങ്ങൾ കൊടുക്കും എന്നതാണ്. 10 സൗഭാഗ്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ഹദീസ് സംബന്ധമായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. സ്വലാത്ത് ചൊല്ലിയാലും സലാം ചൊല്ലിയാലും അള്ളാഹു അത് മടക്കുന്നുണ്ട് ഇങ്ങോട്ട്. മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് നമ്മൾ അങ്ങോട്ട് ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് സൗഭാഗ്യങ്ങൾ തന്നുകൊണ്ട് ഇങ്ങോട്ട് പ്രതികരിക്കും. സലാം അങ്ങോട്ട് നമ്മൾ നബിയിലേക്ക് പറയുമ്പോൾ അള്ളാഹു അതിന് നമ്മോട്ട് ഇങ്ങോട്ട് സലാം പറയുന്നുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബ്ദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സ്വർഗ്ഗത്തിന്റെ ഏറ്റവും വലിയ കനി, ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹു നമ്മോട് ഇങ്ങോട്ട് വന്നിട്ടൊരു സലാം പറയാനാണ്.
അള്ളാഹുവിന്റെ സലാം കിട്ടുന്നു എന്നതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ആയത്. സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അള്ളാഹുവിന്റെ സലാം കിട്ടല് ഭൂമിയിൽ സംഭവിക്കുന്ന ഒരൊറ്റ രാത്രി ലൈലത്തുൽ ഖദ്റായി. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിന്റെ സലാമാണ്. അള്ളാഹുവിന്റെ സലാം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹുവിന്റെ സലാം, ഈ സലാം നമുക്ക് ഭൂമിയിൽ സാധ്യമാകുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഹബീബിന്റെ പേരിലുള്ളതായ സ്വലാത്തും സലാമും കൊണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി ലഖീതു ജിബ്രീൽ അലൈഹിസ്സലാം ഫബശ്ശറനി. ഞാൻ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് സന്തോഷം പറഞ്ഞു തന്നു. ഹബീബ് പറയാണ്, അല്ലാഹു പറഞ്ഞു അങ്ങയോട് പറയാനായി നബിയേ, മൻ സല്ലല്ലാ അലൈക സല്ലൈതു അലൈഹി, അങ്ങയുടെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അവനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യങ്ങൾ ചൊരിയുന്നു എന്ന് പറഞ്ഞേക്ക് നബിയെ പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്. വമൻ സല്ലമ അലൈക സല്ലംതു അലൈഹി, അങ്ങയുടെ മേൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ ആ സലാം പറഞ്ഞവന് അല്ലാഹുവിന്റെ സലാം പ്രതികരണമായി വരുന്നുണ്ടെന്നും പറയാൻ അവൻ എന്നെ ഏൽപ്പിച്ചതാ അങ്ങ് പറയണേ നബിയേ സയ്യിദുനാ ജിബ്രീൽ. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വർഗമായത്, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവം സ്വർഗത്തിൽ സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം ഉള്ളതുകൊണ്ടാണ്. ഭൂമിയിൽ അത് സംഭവിക്കുന്ന ആ രാത്രി ലൈലത്തുൽ ഖദ്റുമായി. ഇത് നമുക്ക് സ്വലാത്തിലൂടെ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം, സലാമിലൂടെ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം നമുക്ക് കിട്ടുമെന്താ? ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം അല്ലാഹുവിന്റെ സലാം തിരിച്ചു കിട്ടലാം. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടാൻ സലാം ചേർത്തുള്ള സ്വലാത്തുകൾ പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. സ്വലാത്തിന്റെ കൂടെ സലാം ചേർക്കണം. അപ്പൊ അള്ളാന്റെ സലാം ഇങ്ങോട്ട് കിട്ടും. അള്ളാന്റെ സലാം ഇങ്ങോട്ട് കിട്ടല് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ്, പിന്നെ സ്വർഗത്തിനാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്റിനോളം പുണ്യമുള്ള അമലായി സ്വലാത്ത് മാറാൻ ശ്രദ്ധിക്കേണ്ടത് സലാം ചേർക്കണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് സ്വല്ലി സല്ലിം. അങ്ങനെയാണല്ലോ ഖുനൂത്ത് അവസാനിക്കുന്നത് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയ്യുൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അങ്ങനെയാണ്. സ്വലാത്തിന്റെ കൂടെ സലാമും ചേരുമ്പോൾ സലാം ചേർന്നുകൊണ്ടുള്ള സ്വലാത്ത് അത് ലൈലത്തുൽ ഖദ്റിന്റെ പദവി പോലെയുള്ള അമലിനെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ സ്വല്ലൂ അലൈഹി തീർന്നില്ല, വസല്ലിമൂ സലാമും വേണം, തസ്ലീമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ രീതിയിൽ ലൈലത്തുൽ ഖദ്റിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. ഇനി ഒരാള് സ്വലാത്ത് ചൊല്ലുമ്പോൾ 100 എണ്ണം ചൊല്ല എന്നതിനൊരു പ്രത്യേക പദവി ഉണ്ട്. അങ്ങനെയുണ്ട്, 100 എണ്ണം. ഈ 100 എണ്ണം ചൊല്ലുമ്പോ ആ മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പോവില്ല എന്നത് അവന്റെ നെറ്റിയുടെ കണ്ണിന്റെ ഇടയിൽ അങ്ങോട്ട് എഴുതും. 2 കണ്ണിന്റെ ഇടയിൽ അങ്ങോട്ട് എഴുതും. ഒരിക്കലും അവൻ നരകത്തിൽ പോവില്ല. 100 എണ്ണം ചൊല്ലിയാൽ മതി. ഒരിക്കലും അവൻ നരകത്തിൽ പോവില്ല. 100 എണ്ണം ചൊല്ലാം. ഒരു ഹദീസ് പറയാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബ്രാനി അവിടുത്തെ മുഅ്ജമിൽ ഹദീസ് പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശ്റാ
ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സൗഭാഗ്യം അല്ലാഹു ഒരു മനുഷ്യന് നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ. വമൻ സല്ലല്ലാ അലയ്യ അശ്റൻ സല്ലല്ലാഹു അലൈഹി മിആ 10 സ്വലാത്ത് ചൊല്ലുന്നവന് 100 സൗഭാഗ്യം അല്ലാഹു നൽകും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. വമൻ സല്ലല്ലാ അലയ്യ മിഅതൻ 100 സ്വലാത്ത് ഒരാളെ എന്റെ പേരിൽ ചൊല്ലിയാൽ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅതൻ മിനൻ നിഫാഖി വ ബറാഅതൻ മിനൻ നാർ. 100 സ്വലാത്താണ് എന്റെ പേരിൽ ചൊല്ലുന്നതെങ്കിൽ അവന്റെ 2 കണ്ണുകളുടെ ഇടയിൽ വളരെ മനോഹരമായി അള്ളാഹു സീല് വെക്കും, എഴുതി ചേർക്കും. അവൻ ഒരിക്കലും മുനാഫിഖാവൂല, അവൻ ഒരിക്കലും നരകത്തിലും പോവൂല. വസ്കനഹു യൗമൽ ഖിയാമത്തി മഅശ്ശുഹദാ. ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിൽ ഷഹീദ് പോകുന്ന സ്വർഗ്ഗത്തിലേക്ക് അവനെ അല്ലാഹു പറഞ്ഞയക്കാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തും സലാമും ചൊല്ലിയാൽ അത് പറയാൻ അവിടെ ഒരു മലക്കുണ്ട്. സ്വലാത്ത് ചൊല്ലിയവരുടെ പിതാവിന്റെ പേരുകൾ പറയും. അതിനു വേണ്ടിയിട്ട് മലക്കിന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്ക് ഇന്നല്ലാഹ വക്കല ബിഖബ്രി മലക്കൻ അഅതാഹു അസ്മാഉൽ ഖലായിഖ്. പുണ്യനബി പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്നദുൽ ബസാർ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ധാരാളം കിതാബുകളിലുണ്ട്. എല്ലാ സൃഷ്ടികളുടെയും, ഇന്ന സൃഷ്ടി എന്നല്ല, ഏത് സൃഷ്ടിയായാലും, എത്ര ചെറുതായാലും വലുതായാലും, ഏത് സൃഷ്ടിയും എന്ത് ഉച്ചരിച്ചാലും അനങ്ങിയാലും ചലിച്ചാലും ശബ്ദിച്ചാലും വേഗം കേൾക്കാൻ കഴിയുന്ന കേൾവിയുള്ള ഒരു മലക്കുണ്ട്. എല്ലാ ശബ്ദത്തെയും ഒരേ സമയം വേർതിരിച്ചറിയാൻ കഴിവുള്ള കേൾവിയുള്ള ഒരു മലക്ക്. അങ്ങനെയാണ് ഹദീസിലുള്ളത് കേട്ടോ. അഅതാഹു അസ്മാഉൽ ഖലായിഖ്. ഖാലിഖായ അല്ലാഹ് കഴിഞ്ഞാൽ സർവ്വ സൃഷ്ടികളുടെയും ഏതൊരു ശബ്ദത്തെയും ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു മലക്കുണ്ടത്രേ. ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ, ലോകം പ്രപഞ്ചം എന്ന് തുടങ്ങിയോ സൃഷ്ടികൾ എന്ന് ഉദയം കൊണ്ടോ അന്ന് മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ മനുഷ്യന്റെ ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി, അവന്റെയും അവന്റെ വാപ്പാന്റെയും പേര് ചേർത്ത് എന്റെ അടുത്ത് ആ മലക്ക് എത്തിക്കും. എന്നിട്ട് പറയും ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സല്ലല്ലാ അലൈക്, ഇന്ന ആളുടെ മകൻ ഇന്ന ആള് അങ്ങേക്ക് സ്വലാത്ത് ചൊല്ലി നബിയെ 10 പ്രാവശ്യം ഒരാളെ പറ്റി നമ്മുടെ മുന്നിൽ പറഞ്ഞാൽ ആ ആളെ ബോധ്യപ്പെടാനും ആ ആളെ നമ്മുടെ അടുപ്പക്കാരനാക്കാനും ഇനി വേറൊന്നും വേണ്ട. നമുക്ക് നല്ല പരിചയമുള്ള ആള്, ആ 10 വട്ടം നമ്മുടെ അടുക്ക് പറയപ്പെട്ട ആള്, നമുക്ക് പ്രയോജനകരമായ രീതിയിൽ പ്രാർത്ഥന നടത്തിയ ആളോ സമ്മാനം തന്ന ആളോ ഒക്കെ ആണെങ്കിലും മുത്തുനബിക്ക് ഗിഫ്റ്റ് കൊടുത്ത ആളാണ് സ്വലാത്ത് ചൊല്ലിയത്. മുത്തുനബിക്ക് ഗിഫ്റ്റ് കൊടുക്കൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണിത് സ്വലാത്ത്. അത് മദീനയിലേക്കാ കൊടുക്കുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏകാന്തതയിൽ മുത്തുനബിയെ കാണാൻ പറ്റുന്ന പറഞ്ഞത്. അങ്ങനെയുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് മുറാഖബ എന്ന് പറയുന്ന ഒരു ഹാലുണ്ട്. അവരിങ്ങനെ ആ മുറാഖബയിലായി ലയിച്ചിരിക്കും. അള്ളാഹുവിലേക്ക് ഹൃദയം കൊടുത്ത് ലയിച്ചിരിക്കുന്ന ഒരു ഇരുത്തുണ്ട്. അത് നബിമാർക്കുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന് മുമ്പ് ഗുഹാവാസം ഉണ്ടായിരുന്നുണ്ട്. ആ ഗുഹയിൽ ജബലുന്നൂറിൽ അങ്ങ് കയറിയിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധ കഅബയെ ഒരു വിരൽത്തുമ്പ് പോലെ കാണാൻ വിധം ഒരു കറുത്ത അടയാളം പോലെ ഒരു കുഞ്ഞ ഒരു കാഴ്ച, അത് കാണാൻ വിധം ചൂടുള്ള ആ പാറക്കെട്ടുകളുടെ ഇടയിലിരുന്ന് ഏകാന്തതയിൽ കഴിഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ആ മുറാഖബയുടെ ഹാലിൽ ഇറങ്ങിയത് നേർക്ക് നേർ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ഏകാന്തതയിൽ ഇരിക്കുന്ന നേരത്ത് അള്ളാന്റെ ഹബീബിനെ അനുഭവിക്കാൻ ഒരു മനുഷ്യന് കഴിയും ഉറപ്പാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഏകാന്തതയാണ്. അള്ളാഹിനെ ധ്യാനിച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു മുഹൂർത്തമുണ്ട്. ആ സമയത്ത് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഹബീബിനെ ആസ്വദിക്കാനും അറിയാനും അവിടുത്തെ സാമീപ്യം പ്രത്യേകം തിരിച്ചറിയാനും കഴിയുമായിരുന്നു. അതിനെന്താണ് അദ്ദേഹത്തിന് കിട്ടിയതായ അതിനോടനുബന്ധമായി ഇങ്ങനൊരു സൗഭാഗ്യത്തിനുള്ള വഴിവെച്ച കാര്യം തന്നൊരു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് കുറെ സ്വലാത്തിന്റെ ഗിഫ്റ്റുകൾ മദീനയിലേക്ക് കൊടുത്തയക്കുമായിരുന്നു. അതായിരുന്നു സ്വലാത്തിന്റെ ഗിഫ്റ്റ്. ഏറ്റവും വലിയ ഗിഫ്റ്റ് സ്വലാത്ത. മുത്തുനബിക്ക് സ്ഥിരം ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുടെ വാപ്പാന്റെയും പേര് അവിടെ പറയാൻ മലക്ക്. ഒരു ദിവസം 10 ചൊല്ലിയാൽ 10 പ്രാവശ്യം പറയും.
ഇതിങ്ങനെ കേട്ടുകഴിഞ്ഞാൽ ആ ആളെ ഖിയാമത്ത് നാളിൽ തിരിച്ചറിയാതിരിക്കും. അതുകൊണ്ട് തന്നെ ഹദീസിലുള്ള ഇമാം ബൈഹഖി ധരിച്ചിട്ടുണ്ട്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധം, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അള്ളാഹുവിലേക്ക് ഏറ്റവും വലിയ അടുപ്പം സ്ഥാപിക്കാൻ മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് സാധ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ സ്വലാത്ത് ചൊല്ലാതെ ഉള്ള ജീവിതങ്ങളുണ്ട് പടച്ചവനെ. ആ ജീവിതങ്ങൾ ഏറ്റവും വലിയ പിശുക്കന്മാരുടെ ജീവിതമാണ്. സ്വലാത്ത് ചൊല്ലാതെ ഉള്ള ജീവിതം ഏറ്റവും വലിയ പിശുക്കന്മാരുടെ ജീവിതമാണ്. അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ജീവിതത്തിൽ 100 സ്വലാത്ത് എന്ന ആ ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഇടയിൽ നമ്മൾ നരകമോചിതനും ഒരിക്കലും മുനാഫിക്കുമായിട്ടില്ല എന്ന് രേഖപ്പെടുത്തുന്നു എങ്കിൽ ആ 100 സ്വലാത്ത് ഒരു ഗിഫ്റ്റായി മദീനയിലെത്തണം. 100 സ്വലാത്തിന്റെ ഗിഫ്റ്റ് ഒരാൾ തയ്യാറാക്കുന്നുവെങ്കിൽ നല്ല നല്ല പ്രൊഡക്റ്റ് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അതേതാ? ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്തിനെ പറ്റി ഗിഫ്റ്റ് എന്ന് തന്നെയാണ് ഹദീസിലുള്ളത്, സമ്മാനം. കേട്ടൊരു ഹദീസ് ഞാൻ പറയാം, സ്വഹീഹുൽ ബുഖാരി. عن عبد الرحمن بن أبي ليلى قال لقيني كعب بن عجرة فقال ألا أهدي لك هدية سمعتها من النبي صلى الله عليه وسلم. മുത്തനബി തന്ന ഒരു ഹദിയ, ഒരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല തങ്ങളോട് കഅബ് ബിൻ ഉജ്റ എന്ന മഹാനായ സ്വഹാബി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആയിക്കോട്ടെ, ഹബീബ് തന്ന ഗിഫ്റ്റ് എനിക്കും താട്ടെ എന്ന് പറഞ്ഞു. ബലാ ഫഅക്ദിഹാ ലി, എനിക്ക് വേണ്ടി അതെനിക്ക് ഗിഫ്റ്റായി നീ തരണേ. ഹബീബ് കൊടുത്തൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് കേട്ടോളൂ. ഫഖാല സഅൽനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽനാ യാ റസൂലല്ലാഹ് കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത്. അങ്ങേക്കും കുടുംബത്തിനും സ്വലാത്ത് ചൊല്ലാനുള്ളതായ രീതി. ഫഇന്നല്ലാഹ ഖദ അല്ലമനാ കൈഫ നുസല്ലിമു, സലാം പറയാൻ ഞങ്ങൾക്കറിയാം, സ്വലാത്ത് എങ്ങനെ ചൊല്ലണം അപ്പോഴാണ് ചൊല്ലിക്കൊടുത്തത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സയ്യിദന ചേർക്കണം കേട്ടോ. ഈ ഹദീസിന്റെ റിവായത്തിൽ സയ്യിദന ഇല്ല, പക്ഷെ ചില റിവായത്തുകളിൽ സയ്യിദനുണ്ട്. സയ്യിദന ചേർക്കുക എന്നത് ഹബീബ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. സയ്യിദന ചേർത്തുകൊണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിം നബിയുടെ പേരിലും സയ്യിദന ചേർത്തും മഹാന്മാർ പറയാറുണ്ട്. അപ്പോ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഈ ഹദീസ്, ഇത് റസൂലുള്ളാഹിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതായ ഒരു ഗിഫ്റ്റാണ്, ഇത് അങ്ങേക്കും ഞാൻ ഒരു ഗിഫ്റ്റായി തരുന്നു. അപ്പൊ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ വരുമ്പോ സ്വലാത്തിന്റെ സമയമാണെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈസിയായി 100 ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോൾ സ്വലാത്ത് ചൊല്ലിയാലും സലാമും കൂടി ചേർക്കണം. അതൊരു ലൈലത്തുൽ ഖദറിന്റെ പദവി. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് ആ ഒരു കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് ചൊല്ലുന്നവർ ആ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. സ്വലാത്തും സലാമും വേണം. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന എല്ലാ നിഅമത്തുകളും നീ നിലനിർത്തണേ അല്ലാ. ഒരുപാട് പേര് ആശുപത്രികളിൽ കഴിയുന്നുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഏത് രോഗമാണെങ്കിലും റബ്ബേ നീ ശിഫാ നൽകണേ അല്ലാ.
അള്ളാഹുവെ കടബാധ്യത ഉള്ളവർക്ക് അത് വീട്ടിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ലോണിൽ കുടുങ്ങിയവരെ നീ കരകയറ്റണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഖൈർ നൽകുക അല്ലാ. ദുആ വസിയത്തുകൾ പലരും പലതും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം നീ നിറവേറ്റണേ അല്ലാ. എക്സാമുകൾ അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് വേണ്ടി അള്ളാഹുവെ നീ എളുപ്പമാക്കുക അല്ലാ. അള്ളാഹുവെ നട്ടെല്ലിന് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന ഒരു സഹോദരന് വേണ്ടി അള്ളാഹുവെ നീ ശിഫാ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുക അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന മക്കൾക്ക് ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ദുശാഠ്യങ്ങളും വരല്ലേ അല്ലാ. കൂട്ടുകെട്ടിൽ അവർ പെട്ടുപോവല്ല തമ്പുരാനെ. അള്ളാഹുവേ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ. ഈ വർഷം ഹജ്ജിന് വേണ്ടി ശ്രമിക്കുന്നവർ ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. നസീബാക്കണേ അല്ലാ, നസീബാക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബർ നീ വെളിച്ചമാക്കണം അല്ലാ. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.